ഹലോ ഗൈസ്, ഞങ്ങളിതേ കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള ടിപ്പുവിൻ്റെ കോട്ടയിൽ പോയിട്ടുണ്ടായിരുന്നേ. ഒരു 5:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കുന്നംകുളം സ്റ്റാൻഡിൽ ചെന്നു. അവിടെ നിന്ന് പാലക്കാട് പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങൾ പോയത്. നല്ല രസമാട്ടോ ആ നേരത്തൊക്കെ ബസ്സിൽ പോകാനായിട്ട്. കാറ്റ് കൊണ്ട് ഞാൻ ബസ്സിൽ നല്ല ഉറക്കമായിരുന്നു. ഒരു സ്ഥലവും എത്തിയത് ഞാൻ അറിഞ്ഞില്ല. പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ ചേട്ടായി വിളിച്ചിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചത് എത്തിയെന്ന് പറഞ്ഞ്. അപ്പോൾ നല്ല വിശപ്പായിരുന്നു ആ ടൈമിലായ കാരണം. നേരെ ഞങ്ങൾ കോട്ടയുടെ അടുത്തുള്ള ഒരു കടയിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്തു. ചായയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മസാല ദോശയും ചമ്മന്തിയും. നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തിക്ക്. അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കോട്ടയുടെ അടുത്തേക്ക് പോയി. കോട്ടയുടെ അടുത്ത് ചെന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാട്ടോ. ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്ത് വെച്ച് കോട്ടയുടെ ഉള്ളിലേക്ക് കയറി. കോട്ടയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോട്ടയുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഒരു അമ്പലമുണ്ട്. ഹനുമാൻ സ്വാമിയാണെന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ ആ കോട്ടയുടെ ഉള്ളിൽ കയറി. അവിടെ നിന്ന് കുറച്ച് നീണ്ടാണ് ശരിക്കും നമ്മൾ ടിപ്പുവിൻ്റെ കോട്ടയിലേക്കുള്ള എൻട്രി വരുന്നത്. അവിടെ ഞങ്ങൾ ടിക്കറ്റ് കാണിച്ച് നേരെ കോട്ടയുടെ ഉള്ളിൽ കയറി. കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കറങ്ങി. ഇങ്ങനെ നമ്മൾ കോട്ട ഫുള്ള് ഇങ്ങനെ കറങ്ങിയിരിക്കണ നേരത്താണ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരാളെ നമ്മൾ കണ്ടത്. വേറെ ആരുമില്ല കേട്ടോ, മയിലായിരുന്നേ. മയിൽ പീലി വിടർത്തുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. പക്ഷേ പീലി വിടർത്തിയില്ല. നിന്ന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഉണ്ടല്ലോ അവിടെ നിറച്ചും കണിക്കൊന്നയുടെ മരം കേട്ടോ. എന്തോരം കണിക്കൊന്ന പൂത്തിക്കണേന്ന് അറിയുമോ. നല്ല രസമാട്ടോ അതൊക്കെ കാണാൻ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ കളിച്ച് ചിരിച്ച് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഗുരുവായൂർക്ക് പോന്നു.